ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിൽ ആപ്ലിക്കേഷൻസും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. യൂണിവേഴ്സിറ്റി കോളേജിൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയത്, കേരള യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, പുതിയ ഫോറം FAQ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. എനിക്ക് കഴിഞ്ഞ സെമ്മിൽ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അക്കാഡമിക്കിൽ കുറച്ച് ബിസി ആയിരുന്നു. കുറേ സെമിനാർ, ഇൻറ്റേർണൽസ്, സെം എക്സാം അതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നത്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇപ്പോൾ സെം എക്സാം തീർന്ന് വെക്കേഷനിലാണ്. കുറേ നാളായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പോസ്റ്റൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് DMs വരാറുണ്ട്, ചില കോമൻസ് ഒക്കെ വരാറുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയത്, കേരള യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, പുതിയ ഫോറം FAUGP എങ്ങനെയാണ്, യൂണിവേഴ്സിറ്റി കോളേജിനെ കുറിച്ച് പറയാമോ, എങ്ങനെ അഡ്മിഷൻ കിട്ടിയത് എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന്. ഇപ്പോൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി UG അഡ്മിഷൻസിനുള്ള ആപ്ലിക്കേഷൻസ് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. മെയ് 26 മുതൽ ജൂൺ 7 വരെയാണ് ടൈം പറഞ്ഞിട്ടുള്ളതെങ്കിലും മേ ബി അത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാമെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ ചെയ്തേക്കാം. എനിവേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രീതിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തത് വീട്ടിൽ എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ നിന്നാണ് ആദ്യം. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് ചെറിയൊരു പ്രോബ്ലം വന്നു. എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാതെ വന്നതുകൊണ്ട് ഞാൻ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയിട്ടാണ് ബാക്കി പേയ്മെൻറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തത്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ നേടാനാണെങ്കിൽ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ടോട്ടലി അഡ്മിഷൻ കൊടുക്കാനാണെങ്കിൽ കോളേജ് പ്രയോറിറ്റി ലിസ്റ്റ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നുണ്ടാവും. സോ എൻ്റെ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ FAUGP വിൻഡോ ഉണ്ട്. അവിടെ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ഈ ഒരു പേജിലോട്ടാണ്. ഈ പേജിൽ നമ്മൾ 12th എക്സാം രജിസ്ട്രേഷൻ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP വരും. ഈ OTPയിൽ നിന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ്. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. കാരണം ഇനിയൊരു ടൈം നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സൈറ്റിൽ കയറുന്ന സമയത്ത് ലോഗിൻ ഡീറ്റെയിൽസ് ഇതാണ്. ഇത് നമ്മൾ മറക്കാതെ എവിടെയെങ്കിലും എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ്, ഈ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് റിസർവേഷൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതായത് മൈനോറിറ്റി ആണോ, കാസ്റ്റ്, OE, OEC, EWS ഇങ്ങനത്തെയൊക്കെ കൊടുത്തതിന് ശേഷം NCC, NSS ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ അങ്ങനെ റിസർവേഷൻ കാറ്റഗറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളുടെ എക്സാമിനേഷൻ പാസ് ചെയ്ത എക്സാമിനേഷൻ്റെ പേരും പിന്നെ കിട്ടിയ മാർക്കും സബ്ജക്റ്റും കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് കോഴ്സ് സെലക്ഷൻ ആൻഡ് കോളേജ് സെലക്ഷൻ ആണ് വരുന്നത്. ഓരോ കോഴ്സും ഓരോ കോളേജും സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 20ഓളം കോളേജസും കോഴ്സസും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഫില്ല് ചെയ്യുന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് രജിസ്ട്രേഷൻ ഫീ ആണ് വരുന്നത്. ഈ ഒരു ഫീ രജിസ്ട്രേഷൻ ചെയ്യുന്നത് SBI ePay വഴിയാണ്. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഗൂഗിൾ പേ വഴിയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് വീട്ടിൽ നിന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു അക്ഷയ സെൻറ്റർ വഴി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് SCBC കാറ്റഗറിക്ക് ഫീസ് വരുന്നത് 900 റുപ്പീസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പോലെ. ഓരോ കാറ്റഗറിക്കും ഡിഫറെൻറ്റ് പേയ്മെൻ്റ് ആണ് വരുന്നത്. പേയ്മെൻ്റ് എല്ലാം അടച്ചതിന് ശേഷം വരുന്ന പേപ്പർ നമ്മൾ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫില്ലായി, അത് നമുക്കൊരു പ്രിൻറ്റ് കിട്ടും. അത് നിങ്ങൾ അതിൽ തന്നെ നമ്മുടെ യൂസർ നെയിം, പാസ്വേഡൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക, എവിടെയെങ്കിലും എഴുതി വെക്കാൻ മറക്കാതെ. പിന്നെ ഫ്യൂച്ചറിലത്തേക്ക് നമ്മളിനി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറുന്ന ടൈമിൽ അത് യൂസ്ഫുൾ ആയിട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും സൂക്ഷിച്ച് വെക്കുക. നെക്സ്റ്റ് ഇനി പ്രോസസ്സ് എന്ന് പറയുന്നത് അലോട്ട്മെൻ്റ് ആണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വരും, അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് തൊട്ടാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ആവുന്നത്. കോളേജിൽ പോയിട്ട് നമ്മൾ 12th നമ്മൾ എങ്ങനെയാണോ അഡ്മിഷൻ എടുത്തിരുന്നത് അതുപോലെ തന്നെ കോളേജിൽ നിന്നിട്ട് അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിനൊരു ഡേറ്റ് തരും. ആ ഡേറ്റിന് നമ്മൾ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തിട്ട്
നിങ്ങൾ ക്ലെയിം ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ പെർമനന്റ് ആയിട്ട് ഇനിയുള്ള നമ്മുടെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് പാളയത്ത് സെക്കൻഡ് ഇയർ BA ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 2024 എൻ്റെ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുക്കാൻ നേരത്തെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ എടുത്തതെന്നുള്ളതും പിന്നെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഹോസ്റ്റൽ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ വട്ടം തൊട്ട് അതായത് ഞാൻ കയറിയ ഇയർ 2024 തൊട്ടിട്ടാണ് 4 ഇയർ ഡിഗ്രി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് FIUGP എല്ലാ യൂണിവേഴ്സിറ്റീസും FIUGP ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ FIUGPനെ കുറിച്ച് ഇപ്പോഴും അറിയാത്ത കുറേ പേരുണ്ട്. ഇനി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് FIUGPനെ കുറിച്ച് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ആൻഡ് ഇതുപോലത്തെ കണ്ടൻസിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.